Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണ്. ഇപ്പോഴത്തെ നമ്മളുടെ മണ്ഡലകാലം വൃശ്ചിക മാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമ്മൾ വെജിറ്റേറിയൻസ് നോൺ വെജിറ്റേറിയൻസ് ആവുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എത്ര ശ്രമിച്ചാലും നമുക്ക് കറികളിലൊരു വ്യത്യസ്തത കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്ന രുചി എന്ന് പറഞ്ഞാൽ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പത്തിനും അതുപോലെ ചപ്പാത്തി, പൊറോട്ട, അതുപോലെ ഇടിയപ്പം, ഇതൊക്കെയൊക്കെ പറ്റിയ ഒരു നല്ല സൂപ്പറായിട്ടുള്ള ഒരു കുറുമയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കുറുമയാണ്. വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ കയ്യിലിരിക്കുന്ന എന്ത് വെജിറ്റബിൾ ആണോ അത് വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം. കാരണം ഇപ്പോഴത്തെ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശബരിമല സീസണിൻ്റെ സമയം, അതുകൊണ്ട് തന്നെ നോൺ വെജുകളൊക്കെ ആൾക്കാർ മാക്സിമം കുറച്ചിരിക്കുന്നൊരു സമയം കൂടിയാണ് ഈ ഒരു സമയം, നോമ്പിൻ്റെ സമയം. അത് ഏത് ഇതിനാണെങ്കിലും, ഈവൻ ക്രിസ്ത്യൻസിനാണെങ്കിലും മുസ്ലിംസിനാണെങ്കിലും നമ്മൾ ആ നോമ്പിൻ്റെ സമയത്ത് മാക്സിമം നമ്മൾ വെജിറ്റേറിയൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരേ തരം കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ മടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുറുമ ആണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ക്യാരറ്റ്, ഉള്ളി, അതുപോലെ തന്നെ ബീൻസ്, ഇതാണ് നമ്മുടെ കയ്യിൽ. നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾ ഉണ്ടെങ്കിലൊക്കെ ഇടാം കേട്ടോ, കോളിഫ്ലവർ ഇടാം, അതുപോലെ തന്നെ അങ്ങനെ എന്ത് വെജിറ്റബിളും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ കുറുമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾ ഒന്ന് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് വരാം. നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ വെജിറ്റബിളാണിത്. ഇത്രയും വെജിറ്റബിൾ നമ്മൾ 4 പേർക്കുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അതിന് കൂടുതലും അംഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി എടുക്കാം. നമ്മൾ 4 പേരേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വെജിറ്റബിൾ നമുക്ക് മതി. കുറുമയ്ക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും എല്ലാം ഒരു സൈഡിൽ കട്ട് ചെയ്ത് വെച്ചു. മറ്റു സൈഡിൽ കുറച്ച് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതുമുണ്ട്. അപ്പോൾ ഇത് ആദ്യം വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്, ഈ വെജിറ്റബിൾസ്. അതിനുശേഷമാണ് നമ്മൾ ഉള്ളി കൊണ്ട് വറുത്തിടുന്നത്. ഇതിനകത്ത് നമുക്ക് ബീൻസ് എന്താ പറയുക മട്ടർ ചേർക്കാം, ഗ്രീൻ പീസസ് ഉണ്ടല്ലോ അത് ചേർക്കാം, കോളിഫ്ലവർ ചേർക്കാം. ഇന്നത്തെ എന്തൊക്കെ നമുക്ക് വെജിറ്റബിൾ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. തക്കാളി അല്ലാതെ ബാക്കി എല്ലാ വെജിറ്റബിളും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ ഇത്രയും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത്ര യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോകാം. നമ്മൾ ഇതെല്ലാം കൂടി വേവിക്കാനുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ടു. അതിനുശേഷം 1 ഗ്ലാസ്സോളം വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഇത് പെട്ടെന്ന് ധൃതിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുക്കറിലും വെക്കാം കേട്ടോ, ഈ വെജിറ്റബിൾ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. നമുക്ക് അത്ര തിരക്കില്ല, അതുകൊണ്ട് നമ്മൾ നോർമലായിട്ടുള്ള ഒരു പാത്രത്തിലാണ് വേവിക്കാൻ വെക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള 1 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം, വേവിച്ചെടുക്കാം ഇതൊന്ന് കേട്ടോ. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് വേവിക്കാൻ വയ്ക്കാം. അതിനുശേഷം ഒരു മൂടി വെച്ചിട്ട് ഇത് അടച്ച് വയ്ക്കുക. ഇത് വെന്ത് കിട്ടുന്ന സമയം കേട്ടോ, വെജിറ്റബിൾ വെന്ത് കിട്ടുന്ന സമയം. നമ്മൾ വെജിറ്റബിൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളുടെ വെജിറ്റബിൾ ക്യാരറ്റും ബീൻസും എല്ലാം വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് അതിനകത്ത് അരപ്പ് തയ്യാറാക്കാനുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത്. ഇത് ഒരു ഇലാച്ചി എടുത്തിട്ടുണ്ട്, ഏലക്കായ എടുത്തിട്ടുണ്ട്, ഒരു കറുകപ്പട്ടയുടെ ഒരു പീസ്, ചെറിയ പീസ്, 2 ഗ്രാമ്പും. ഇതെല്ലാം കൂടാൻ പാടില്ല കേട്ടോ, ഇത് ഇത്രയും തന്നെ ചെറുതായിട്ട് തന്നെ ഇടാൻ പാടുള്ളൂ. കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമുക്ക് ഇത്തിരി കൂട്ടാമെന്ന് പറയുന്ന കുറച്ച് പെരുംജീരകത്തിൻ്റെയാണ് കുറച്ച് ടേസ്റ്റ് കൂട്ടിയെടുക്കാവുന്നത്. ബാക്കിയെല്ലാം വളരെ മിനിമം ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഞാനൊരു 2-4 സ്പൂണോളം വരാവുന്ന രീതിയിൽ തേങ്ങ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക്, ഞാൻ ഇതിനകത്ത് ചുമന്ന മുളക് യൂസ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം കുറുമയുടെ എപ്പോഴും കളറ് വൈറ്റ് തന്നെയായിട്ടിരിക്കാൻ എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളകേ യൂസ് ചെയ്യുന്നുള്ളൂ, ചുമന്ന മുളക് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഒരു 8-10 കശുവണ്ടി, അതാണ് ഇത്.
കശുവണ്ടി പരിപ്പ് ഒരു 8-10 എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല മഷി പോലെ ഇനി അരച്ചെടുക്കണം. നന്നായിട്ട് ഗ്രൈൻഡറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി അതാണ് അടുത്ത പരിപാടി കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന ജാറിലേക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മുളക് ഇട്ടു. മുളക് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി ഇട്ടേക്കും കേട്ടോ. എരിവ് കൂടുതലുള്ള മുളകാണെങ്കിൽ ഒരു മുളക് യൂസ് ചെയ്താൽ മതി. ഇത് അധികം എരിവില്ലാത്ത മുളക്, ഇപ്പോൾ കിട്ടുന്ന മുളകുകളൊന്നും എരിവില്ലാത്ത. ദെൻ നമ്മൾ ആഡ് ചെയ്യുന്നു തേങ്ങ, കറുകപ്പട്ട, അതുപോലെ കുറച്ച് കശുവണ്ടി, പെരുംജീരകം. ദെൻ നമ്മൾ ആഡ് ചെയ്യുന്നു മല്ലിപ്പൊടി. ഇത്രയാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന സാധനങ്ങൾ. അതിനുശേഷം കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മൾ വെജിറ്റബിൾ വേവിച്ചത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ശരിക്കും കുറച്ചൊക്കെ ഉടഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളത് ഉടയാൻ പാകത്തിന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ അതിൻ്റെ ഒരു ഇത്. വേറൊരു പാൻ വെച്ചു. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു. പാൻ എടുത്തു, അതിനകത്തേക്ക് കുറച്ച് ഒരു 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉള്ളിയിട്ട് ഒരുമാതിരി വഴന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. നമ്മളിതിനകത്തേക്ക് കറിവേപ്പിലയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ബാറ്റർ ഉണ്ടല്ലോ, തേങ്ങയും കാഷ്നട്ടും ഇഞ്ചിയും സ്പൈസസും എല്ലാം കൂടെ ചേർത്ത് വെച്ച് നമ്മളുടെ ആ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴണ്ട് വരുമ്പോൾ അതിനൊരു സ്മെല്ല് വരുന്നുണ്ട് ഇല്ലേ, കുറുമയുടെ സ്മെല്ല് ഇപ്പോഴേ കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ജാറ് കഴുകിയ വെള്ളം അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ശകലം മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്കിത് വെള്ളക്കുറുമ വെള്ള കളറിലാണ് എനിക്ക് താല്പര്യം, അതുകൊണ്ടാണ് ഞാനിത് വെള്ള കളറിൽ ഉണ്ടാക്കിയത്. അതിനുശേഷം ബർണറിൻ്റെ ചൂടൊന്ന് കൂട്ടി വയ്ക്കുക. ഞാനൊന്ന് സിമ്മിലിട്ടായിരുന്നു കേട്ടോ, കരിഞ്ഞു പോവാതിരിക്കാൻ, അല്ലെങ്കിൽ അത് ഇതാവാതിരിക്കാൻ. അതിനുശേഷം തിളച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. സുഭാഷ് അപ്പോൾ നമ്മളുടെ ഇതിനി ഈ വെള്ളത്തിൽ അല്ലെങ്കിൽ ഈ അരപ്പിൽ ഒന്ന് വെന്ത് റെഡിയായി വരണം. അത്രയൊരു സമയം എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് ചപ്പാത്തി ആണെങ്കിലും പൊറോട്ടയാണെങ്കിലും എന്താ പറയുക, അപ്പം, ഈ 3 സാധനങ്ങൾക്കാണ് ഏറ്റവും ബെസ്റ്റ് എന്നെനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് കുറുകിയ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിതിനകത്ത് തേങ്ങയും കാഷ്നട്ടൊക്കെ അരച്ചുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ അങ്ങ് തിക്കായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്യാസ് ബർണർ ഓഫ് ചെയ്യണം. യെസ്, ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റും. ഇത്രയും സിമ്പിളാണ് നമ്മളുടെ വെജിറ്റബിൾ കുറുമ. അങ്ങനെ നമ്മുടെ കുറുമ ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമ്മൾ നല്ലൊരു പൊട്ടറ്റോ വെച്ചിട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കിയത്. ഇപ്പോഴത്തെ ഒരു സമയത്ത് എല്ലാവർക്കും വെജിറ്റബിൾ മാത്രം കഴിക്കുന്നവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഭയങ്കര ഹെൽത്തിയാണ്. കാരണം നമ്മളിതിനകത്ത് കാഷ്നട്ടും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഹെൽത്തിയുമാണിത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. Pro-Culina എന്ത് കുറുമ? ചിക്കൻ കുറുമയോ കോഴി കുറുമയോ?
ക്യാരറ്റ് പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് അതല്ല പൊട്ടാറ്റോ Eight. 7. 7 കഴിഞ്ഞ അവിടെ ഇരിക്കില്ല നീ അവിടെ ഇരിക്കേ